വരൂ ഒരുമിച്ച് പോവാം. ഇന്നൊരു ഇഫ്താർ പാർട്ടിയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഫുഡൊക്കെ പാക്ക് ചെയ്ത് പോകുന്നത്. ഓരോരുത്തർ ഓരോ ഡിഷസാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം അതേപോലെ തന്നെ ട്രാഫിക്കിൽ പെട്ടിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അക്ഷമിയോട് ഈ സിഗ്നലിൽ ഇങ്ങനെ കാത്തു കിടക്കണേന് ഒരു ചെറിയ കാര്യമുണ്ട്. ദാ ആ കാണുന്നു, അതാണ് നമ്മൾ പാർക്ക്. കുറേ ആൾക്കാരുണ്ടല്ലോ പാർക്കില്. ഇടദിവസമായിട്ടൊക്കെ അത്ര ആൾക്കാരുണ്ടായിരുന്നു. നമ്മളത് ഈ മൂലക്കല്ലേ, ആ മൂലക്ക് അതാ വരുന്നേ. ഗാഗാനും കുട്ടികളും കണ്ടപ്പോൾ ഒരു സമാധാനം കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഓലും ലേറ്റാണ് ചെറുതായിട്ട്. ലേറ്റ് ആയതിനെ കുറിച്ചിട്ട് പറയാനൊന്നും അവിടെ സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓടി ചെന്ന് ഓരോ കൂടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ മുമ്പിൽ ആകെ 10 മിനിറ്റ് ഉള്ളൂ. അതിന് മുമ്പ് എല്ലാ ഫുഡും സെറ്റ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും കൂടെ എടുക്കണം. അതാണല്ലോ മെയിൻ. ബാങ്ക് കൊടുക്കാൻ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങളെല്ലാ മെമ്പേഴ്സും എത്തിയിട്ടുണ്ട്. ഡിഷസൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം. വരൂ. നിങ്ങൾ കാണുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷേങ്കിൽ ഞങ്ങളൊരാഴ്ച രാവും പകലും ഇരുന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു സംഗതിയാണ് ഇതൊക്കെ. ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരണം, ഏതൊക്കെ ഡിഷസൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെ അനവധി ചർച്ചകൾ നീണ്ട് ലാസ്റ്റ് ഞങ്ങൾ എടുത്തൊരു ഇഫ്താറാണത്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പാർക്കിൽ കളിക്കാൻ പോയ മക്കളെയും പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയപ്പോഴത്തേനും ദാ ബാങ്ക് കൊടുത്തു തുടങ്ങി. അൽഹംദുലില്ലാ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ ഇഫ്താർ സെറ്റ് ആയിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ പോയി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ശരിക്കും നമ്മൾ ഡെക്കോറിൻ്റെ ഒക്കെ ഒരു ഭംഗി കാണാൻ പറ്റിയത്. നോമ്പ് തുറന്ന് ജെൻസ് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഫുഡൊക്കെ ഒന്ന് എടുത്തു വെക്കണം, അല്ലെങ്കിൽ പൂച്ചയൊക്കെ വരും. അപ്പോൾ ഇതാ അതിൻ്റെ പരിപാടികളാട്ടോ. എല്ലാതും അതാത് പാത്രങ്ങളിലൊക്കെ എടുത്തു വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്യണം. അവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ പൂച്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓരൊക്കെ ഓടി വരും. അപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് വേണം നമ്മളെ നിസ്കാരത്തിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ. ഫുഡ് കഴിച്ചോ ഇല്ലെന്ന് പോലും അറിയില്ല. മക്കൾസിനൊന്നും ഈ വഴിക്കേ കാണാനില്ല കേട്ടോ. പാർക്കിലാകുമ്പോൾ അതൊരു ബെനിഫിറ്റും കൂടിയാണ്. ഓർക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ. നമുക്കും അങ്ങനെ തന്നെ. ഇതാണ് കേട്ടോ ജെൻസിൻ്റെ നിസ്കാരത്തിനുള്ള ഏരിയ. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർക്ക് തിരിച്ച് ഡ്യൂട്ടി കയറേണ്ടതുണ്ട്. അപ്പോൾ ഓർക്കുള്ള ഫുഡൊക്കെ എടുത്തു കൊടുത്ത് ഓരോന്ന് പറഞ്ഞേക്കാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ ആൾക്കാർ കുറവാണെങ്കിലും ഞങ്ങളെല്ലാവരും അത് എത്തി നോക്കി എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടോ. ഞങ്ങളെല്ലാവരും ചുറ്റുമട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഫുഡ് കഴിച്ച് ഓരോ പറഞ്ഞയച്ച് ഞങ്ങളിതാ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് കാണാമല്ലോ. നമ്മളെ കുട്ടികളെ ആകർഷിക്കാനുള്ള ഐറ്റംസാണ് മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അതിൽ ഏകദേശം എല്ലാ ഐറ്റംസും ഓരോരുത്തരായിട്ട് വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിടെ സ്വസ്ഥായിന്ന് സംസാരിക്കണമെങ്കിൽ ഒരു ചോദിക്കണമൊക്കെ വാങ്ങിക്കൊടുക്കല്ലാതെ നിവർത്തിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കച്ചറക്കി കൊണ്ടേ ഇരിക്കുവേ. അതങ്ങനെ ഊതൊന്നും വേണ്ടല്ലേ, കാറ്റുണ്ടായതുകൊണ്ട് അടിപൊളിയാണേ. അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി ഊഞ്ഞാലും അടി. ഇനി ഇതാ അടുത്ത ഫുഡിന്റെ പരിപാടികൾ ആരംഭിക്കണം. വേറെ ഒന്നുമല്ല, ഫുഡ് ചൂടാക്കുന്ന പരിപാടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഫുള്ള് ഫുഡ് നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ട്. കണ്ടോ, കാറ്റ് നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. മൂത്തതൊക്കെ മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്ത് ചൂടാക്കാനുള്ള സെറ്റിംഗ്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഗ്യാസിന് ചുറ്റും മറിഞ്ഞു നിന്നിട്ടാണ് ചൂടാക്കുന്നത്. പിന്നത്തെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നോമ്പ് തുറക്കുമ്പോഴുള്ള സ്നാക്സും ഐറ്റംസൊക്കെ മാത്രമേ ഭംഗിയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ ഉള്ളൂ. അതിന് ശേഷമൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ നടന്നു പോയി. പിന്നെ വീഡിയോനെ കുറിച്ചിട്ടും ഫോട്ടോനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും മറന്നു പോയിട്ടുണ്ടായിരുന്നു.
എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ആഡ് ചെയ്യണത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഏത് കഴിക്കണം എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. നല്ല രസകരമായിട്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മക്കൾസിനൊക്കെ വാരി കൊടുക്കണം പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. യമിമോക്ക് ചെറിയൊരു ഫുഡ് കഴിക്കാനുള്ള മടി ഉണ്ടായിരുന്നു, പാർക്ക് അവിടെ കണ്ടുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഓളെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് ആയിരുന്നു എനിക്ക്. വീഡിയോ ഇപ്പം ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓർക്കണേ, ഷോ ആ ഫുഡിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് ശരിക്കും നല്ല ഭംഗിയിൽ എടുത്ത് വെക്കാമായിരുന്നു അല്ലേ. നല്ലൊരു മെമ്മറീസ് ആയേനെ. നല്ല സാരില്ല, ഇൻഷാല്ല നെക്സ്റ്റ് ടൈം സെറ്റാക്കാം. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഹസ്ബൻഡ്സൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര സൊറപ്പറച്ചില്ലാണ് കേട്ടോ. ഞങ്ങൾ ഓപ്പോസിറ്റ് ഒരു അറബിക് ഫാമിലി ആയിരുന്നു, ഫുൾ ലേഡീസ് ഓൺലി. ഭയങ്കര വൈബായിട്ട് ചെയ്യുന്നു കേട്ടോ അവർ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മക്കൾസൊക്കെ വീണ്ടും കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരു പോകുമ്പോൾ ഓരോ വാട്ടർ ബോട്ടിൽ എടുത്തോണ്ടാണ് പോകുന്നത്. എന്താന്ന് പിന്നാലൊന്ന് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു നല്ല മണ്ണപ്പം ചുട്ടി കളിക്കുകയാണ് ഇവിടെ. അതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് വാട്ടർ ബോട്ടിൽ ഓരോന്നായി മിസ്സായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി. ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരു എന്തൊക്കെയോ സംഗതികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളി മതി എന്നും പറഞ്ഞ് കുട്ടികളെയും പിടിച്ചുകൊണ്ട് ഞങ്ങളിതാ പോവാനായിട്ടോ. പോവാന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം എത്രയായെന്നറിയോ, ഏകദേശം 2:30 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ പോണത്. ഞങ്ങളെല്ലാവരും ഏകദേശം പോയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെച്ച്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ഇഫ്താറായിട്ട് വീണ്ടും കാണാം.